10K 2 അതിലും കൂടുതൽ 100K അടുത്ത് വരെ പോകും. ഇതിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് സക്സസ് ആയ ആൾക്കാരുണ്ട് കേട്ടോ. അത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് കാരണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആളുകൾക്ക് മൊത്തം അത് ഷെയർ ചെയ്യേ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ താരമാണ്. ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ മാത്രമാണ്. സോഷ്യൽ മീഡിയ കൂടെ മാത്രമാണ് ഇന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ ഉണ്ടോ നിങ്ങൾക്ക് എന്തും സാധിക്കാം. സോഷ്യൽ മീഡിയ ഉണ്ടോ നിങ്ങൾക്ക് പരസ്യം ചെയ്യാം. സോഷ്യൽ മീഡിയ ഉണ്ടോ 4 പേരുടെ മുന്നിൽ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കുക. സോഷ്യൽ മീഡിയ ഉണ്ടോ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം സുൽഫിയാണ് പറഞ്ഞു തരുന്നത്. സുഹൃത്തുക്കളെ, സുൽഫിയാണേ. നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ആവണോ? നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവണോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നത് വൈറലാകണം എന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ ഇടുന്ന വീഡിയോസ് ആരും കാണുന്നില്ലേ? 50 പേരോ 100 പേരോ മാത്രമാണോ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നത്? അത് 10,000 പേർക്കോ 20,000 പേർക്കോ 100Kയിലേക്കൊക്കെ ആവാൻ നിങ്ങൾക്ക് താല്പര്യമല്ലേ? നിങ്ങളൊരു സെലിബ്രിറ്റികളാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മളെ കൊണ്ട് ചുരുക്കി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിന് താഴെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. അതും 15 സെക്കൻഡിന് താഴെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്തും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരുപാട് പേരിലേക്ക് പ്രൊമോട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വെറും 15 സെക്കൻഡിൻ്റെ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക. ആ 15 സെക്കൻഡിൽ ആളുകൾക്ക് ഒരു കറക്റ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കുക. അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ നോക്കുക. അതേപോലെ അവർക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിലൂടെ അവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിവുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരിലേക്ക് എത്തും കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത് വീഡിയോ അല്ലാണ്ട് റീൽസ് വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യാം. റീൽസ് വീഡിയോസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആഷ് ഇട്ടിട്ട് റീൽസ് എന്ന് എഴുതുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ റീൽസ് സെക്ഷനിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് പേരിലേക്ക് ആ ഒരു വീഡിയോസ് നമ്മളെ ഇൻസ്റ്റാഗ്രാം തന്നെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസ് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. മെയിനായിട്ട് നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ ഫ്രണ്ട്സുകൾക്ക്, നമ്മുടെ അറിയുന്ന ആളുകൾ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കൊന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും നിങ്ങളുടെ വീഡിയോ എന്തായാലും കാണില്ല. ഓ ഇത് ഇവൻ്റെ ചാനലാണ്, ഓ ഇത് ഇവളുടെ ചാനലാണ്, ഇത് എന്താ ഇപ്പോൾ കണ്ടിട്ട് ഇതുകളൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ അവർ ഓഫ് ആക്കും. എന്താ ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാം കണക്കാക്കും. ഈ വീഡിയോസ് ആരും കാണാനില്ല, ഈ വീഡിയോസ് ആരും ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ആ വീഡിയോ അങ്ങനെ ഓഫാക്കി കളയും. അപ്പോൾ വെറും 50 പേര് 100 പേര് മാത്രമേ കാണാണ്ടാവുള്ളൂ. അതല്ല, നിങ്ങൾ തന്നെ റീൽസ് ഇട്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ വിട്ടു നോക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാഗ്രാം ആദ്യം ഒരു 10 പേരിലേക്ക് ഈ വീഡിയോസ് കൊടുക്കും. അപ്പോൾ ആ 10 പേരിൽ ഒരു 8 പേര് കണ്ടാൽ മതി നമുക്ക്. ആ ഒരു 8 പേര് കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാം കണക്കാക്കും, ഓ ഞാൻ 10 പേർക്ക് കൊടുത്തു, അപ്പോൾ 8 പേര് കണ്ടിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ ഇൻസ്റ്റാഗ്രാം അടുത്തത് 100 പേരിലേക്കാണ് ആ വീഡിയോ എത്തിക്കുക. അപ്പോൾ ആ 100 പേര് കാണണമെന്നില്ല. ആ 100 പേർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ 100 പേരിൽ ഒരു 80 പേര് കണ്ടു എന്ന് മതി. 80 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം കണക്കാക്കും, ഓ കുഴപ്പമില്ലല്ലോ, ആദ്യം ഞാൻ 10 പേർക്ക് കൊടുത്തപ്പോൾ 8 പേര് കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ 100 പേർക്ക് ആ വീഡിയോ കൊടുത്തപ്പോൾ 80 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൽ എന്തോ ഉണ്ട്, എന്തോ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ അടുത്തത് 1000 പേരിലേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ 1000 പേരിലേക്ക് കൊടുക്കും. അപ്പോൾ 1000 പേരിലേക്ക് കൊടുക്കുമ്പോൾ 1000 പേരും കാണണമെന്നില്ല. ചിലവർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും, ചിലവർ കട്ട് ചെയ്ത് പോകും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു 800 പേര് കണ്ടു എന്ന് വെക്കുക. ആ 800 പേരും കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ഇൻസ്റ്റാഗ്രാം എത്ര പേർക്കാണ് കൊടുക്കുക എന്നറിയോ? അടുത്തത് 10,000 പേർക്കാണ് നിങ്ങളുടെ ആ വീഡിയോസ് എത്തിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെ ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു അൽഗോരിതം അങ്ങനെയാണ് കേട്ടോ. സോഷ്യൽ മീഡിയ ചാനലിൻ്റെ ഒരു അൽഗോരിതമാണ്. നമ്മൾ ഒരുപാട് വർഷം വീഡിയോസ് ഇടുന്ന അനുഭവത്തിലാണ് പറയുന്നത്. ഏകദേശം നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാ ചാനലും കൂടിയിട്ട് 1 മില്യൺസിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ 1000-ലധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുഭവം കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 10K അതേപോലെ 20K അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യൂസ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് പറയുന്നത്, നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരാൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കരുത്. അതേപോലെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ അതേപോലെ നിങ്ങളുടെ ബന്ധുക്കാർക്കോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്കോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആ ഒരു ഇൻസ്റ്റാഗ്രാം 100 പേർക്ക് കൊടുക്കുന്നു പറയില്ലേ, ആ 100 പേർക്ക് കൊടുക്കുന്നതിൽ 80 പേര് കണ്ട് അതിലൊരു 20 പേര് ലൈക്ക് ഇട്ട് ഒരു 10 പേര് കമൻറ്റും
ഷെയറിങ്ങും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഇൻസ്റ്റാഗ്രാം 100 പേർക്ക് കൊടുക്കുന്നത് അടുത്തത് 1000 പേർക്ക് കൊടുക്കുന്നു പറയില്ലേ, 1000 പേർക്ക് അടുത്തത് 2000 പേർക്കാണ് കൊടുക്കുക. അതങ്ങനെ ഡബിൾ ആവും. ഒരു 20 പേര് ലൈക്കും ഒരു 10 കമൻറ്റും. അതിനാണ് എല്ലാവരും നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ഇട്, കമൻറ്റ് ഇട്, ഷെയർ ചെയ്യുന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നത്. ആ ഒരു 20 പേര് ലൈക്കും 10 പേര് കമൻറ്റും ഒരു 5 പേര് ഷെയറിങ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അടുത്തത് 100 പേർക്കല്ല 1000 പേർക്കല്ല അടുത്ത 3000 പേർക്ക് ഷെയർ ചെയ്യും. അപ്പം പിന്നെ അത് 30,000 പേർക്കാവും, അങ്ങനെ 3 ലക്ഷം പേർക്കാവും. അങ്ങനെയാണ് ആ വീഡിയോ ഇങ്ങനെ കയറി പോണത്, നമ്മുടെ വീഡിയോ വൈറലാകുന്നത്. നമ്മുടെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വീഡിയോസ് ചെയ്യുമ്പോൾ എത്രത്തോളം ടൈം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അതേപോലെ നിങ്ങളുടെ റീൽസ് വീഡിയോ 1 മിനിറ്റിന് താഴെ ആയിരിക്കണം. 15 സെക്കൻഡ് ആണെങ്കിൽ അതിലും കുഴപ്പമില്ല. അതിലും നമ്മൾ 1 മിനിറ്റിൻ്റെ വീഡിയോസിൽ 5 സെക്കൻഡ് അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ആ വീഡിയോസിൽ ഇടാൻ പാടുള്ളൂ. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ 1 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് നമ്മുടെ പേരും കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കുക. എങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ പേര് സുൽഫിയാണ്, നമസ്കാരം, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു, നമ്മൾ ഇങ്ങനെ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നിങ്ങളുടെ റീൽസ് വീഡിയോസിന് ടൈം കാണും. അതെന്നെ പറയുമ്പോഴത്തേനും ആൾക്കാർ സ്ക്രോൾ ചെയ്ത് അടുത്ത വീഡിയോ പോകും. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ടൈമില്ല. നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ വിഷയത്തിലേക്ക് വരിക. 1 മിനിറ്റിൻ്റെ വീഡിയോ, നിങ്ങളുടെ പേരും പറയണ്ട, അഡ്രസ്സും പറയണ്ട, നിങ്ങൾ നമസ്കാരം പറയണ്ട, അതേപോലെ ഒന്നും പറയണ്ട. നിങ്ങൾ ഡയറക്റ്റ് പറയുക. ഡയറക്റ്റ് ആ 1 മിനിറ്റിൻ്റെ വീഡിയോസിൽ കാര്യം പെട്ടെന്ന് പോകണം. ഇപ്പോഴൊക്കെ ആളുകൾക്ക് സമയമില്ല, പെട്ടെന്ന് നോക്കിക്കൊണ്ട് പോകും. ആ നോക്കുന്ന സമയം 5 സെക്കൻഡ് ഇല്ലെങ്കിൽ 3 സെക്കൻഡ് മാത്രം നോക്കിയിട്ട് അടുത്തത് പോകും. അപ്പോൾ ആ 3 സെക്കൻഡ് നിങ്ങൾ ആളുകളെ പിടിച്ചിരുത്തണം. അപ്പോൾ അതിന് 3 സെക്കൻഡോ 5 സെക്കൻഡോ കറക്റ്റായിട്ടുള്ള പോയിന്റ് നിങ്ങൾ ആ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ പറയില്ല. ആ ഒരു പോയിന്റ് മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ കൊടുന്നിടുക. ഫ്രണ്ടിൽ കൊടുന്നിരുമ്പോൾ ആ ഒരു 5 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യും. അപ്പോൾ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് ഒരുപാട് പേരിലേക്ക് എത്താൻ സാധിക്കും. നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഒരു ആരും പറഞ്ഞു തരാത്ത ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വൈറൽ ആകണമെന്നുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം 4 ദിവസം 10 ദിവസം വീഡിയോ ഇട്ടാൽ പോരാ. 90 ദിവസം നിങ്ങൾ 90 വീഡിയോ ഓരോ ദിവസം മുടങ്ങാതെ ഒരേ സമയത്ത് നിങ്ങൾ വീഡിയോ ചെയ്യണം. ഒരേ സമയത്ത്. അതും ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ചിലവർ എന്ത് ചെയ്യുന്ന അറിയാം, ഇന്നൊരു വീഡിയോ എടുക്കും, അടുത്ത ആഴ്ച ഒരു വീഡിയോ ഇടും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റത്തെ ആഴ്ച ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്താ കണക്കാക്കുന്നത്, ഇവർ വെറുതെ ഇടുന്ന വീഡിയോ ആണ്, ഇവരുടെ വീഡിയോ ഒക്കെ നമ്മൾ വൈറലാക്കി കൊടുത്തിട്ട് എന്താ കുഴപ്പം പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം അത് അങ്ങനെ ഓഫാക്കി വിടും. നിങ്ങളുടെ വീഡിയോ കയറി പോവില്ല. അത് 100% ഞാൻ ഗ്യാരണ്ടി തരാം. നമുക്ക് അനുഭവമാണ്. നിങ്ങൾക്ക് വീഡിയോ കയറണമെങ്കിൽ അത് ഞാൻ കറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്തോളൂ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് എല്ലാം വീഡിയോ കോൾ ആയിട്ടും A to Z കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരെ ഞാൻ എങ്ങനെ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, 90 വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യാമെന്നറിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 90 വീഡിയോ ചെയ്യണ്ടേ, അപ്പോൾ 90 ദിവസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഒരു 10 വീഡിയോ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. വീണ്ടും നിങ്ങൾക്ക് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടുക എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 വീഡിയോ 20 വീഡിയോ 1 മിനിറ്റിൻ്റെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് എടുത്താൽ മതി. 15 സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഇരുന്ന് വർത്താനം പറഞ്ഞ് എന്തെങ്കിലും ആളുകൾക്ക് ഉപകാരമുള്ള ഒരു ഫോണിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു മൈക്കിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തിനേലും കുറിച്ചിട്ടോ നിങ്ങൾക്ക് പറയാം. ഒരു 15 സെക്കൻഡ് നിങ്ങൾക്കൊണ്ട് പറയാൻ പറ്റില്ലേ? ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ 90 വീഡിയോ സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. എന്നിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് മാറിപ്പോവും, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ 90 വീഡിയോസ് നമ്മുടെ ഫോണിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഒരു ദിവസം കറക്റ്റ് ടൈം ഫിക്സ് ചെയ്ത് അതിന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 90 വീഡിയോ കയറ്റാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം 4 ദിവസം 10 ദിവസം കൊണ്ട് തന്നെ 90 വീഡിയോസ് കയറ്റി നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യുക. ഓരോ ഡേറ്റിൽ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് 90 ദിവസം വരെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ പിന്നെ ഫോൺ എടുത്ത് നോക്കിയാലും ഒന്നുമില്ലെങ്കിൽ 90 ദിവസം കറക്റ്റ് സമയത്തിന് അത് വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം നിങ്ങളെ മനസ്സിലാക്കും. എങ്ങനെയെന്നല്ല, അത് യഥാർത്ഥ ഒരു ക്രിയേറ്ററാണ്, യഥാർത്ഥ വീഡിയോസ് ഇടുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് എത്താം എന്ന് പറയുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് നിങ്ങൾക്ക് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 1-2 ഫോളോവേഴ്സ് എന്നല്ല, ഒരുപാട് ഫോളോവേഴ്സ്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കാമെന്നാണ്
100% ആളുകളും വീഡിയോസ് ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവർ 1 വർഷമല്ല 10 വർഷമായാലും അവരെ കൊണ്ട് 10K ഫോളോവേഴ്സ് കൂടി ആക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ? 90 വീഡിയോസ് 90 ദിവസം കൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കാരണം. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഐഡിയ മെത്തേഡ് മനസ്സിലാക്കുക. അതും ഇൻസ്റ്റാഗ്രാമിൽ ഏത് സമയത്താണ് ഫോളോ നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ 70% ആളുകളും പിള്ളേരാണ്. 70% ആളുകളും 25 വയസ്സ് താഴെ, ഈ 18നും 25 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ കോളേജ് ടൈം, സ്കൂൾ ടൈം അവരൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഏകദേശം 5 മണിക്കായിരിക്കും അവർ മൊബൈൽ നോക്കുക. ബാക്കിയുള്ള സമയത്തൊന്നും മൊബൈൽ നോക്കില്ല. അപ്പോൾ 5 മണി മുതൽ രാത്രി 9 മണി വരെ, രാത്രി അല്ലെങ്കിൽ 10 മണിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ടൈം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം കേട്ടോ. ഈ 90 വീഡിയോ ചെയ്യുമ്പോൾ 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ എത്ര മണിക്കോ. അപ്പം നിങ്ങൾ ഏകദേശം നിങ്ങൾ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന ആളുകളല്ല. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണക്കാക്കാം. എല്ലാവരും വൈകുന്നേരത്താണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്ത് വെക്കുക. യൂട്യൂബിൽ ഇടുന്ന ആളുകൾ, ഈ പണിയെടുക്കുന്ന ആളുകൾ, വീട്ടിലത്തെ കാരണവന്മാർ, അങ്ങനെയുള്ള ഇത്തിരി ഒരു ഏജ് ആയുള്ള ആളുകൾ, ഒരു 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് യൂട്യൂബിൽ ഉണ്ടാകുക. അപ്പോൾ അവർക്കൊക്കെ വർക്ക് ടൈമും പണി അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 6 മണി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണിക്ക് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 7 മണിക്കായിരിക്കും മൊബൈൽ എടുത്തിട്ട് അവർ ചാരിക്കസേരയിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ യൂട്യൂബിലിടുന്ന ആളുകൾ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഇടാട്ടോ യൂട്യൂബിലിടുന്ന ആൾക്കാർ. ഫേസ്ബുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രവാസികൾ, ഗൾഫിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ബിസിനസ് മാൻ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുക. അവർക്കും അതേപോലെ തന്നെ രാത്രി 8 മണി മുതൽ രാത്രി 11 മണി വരെ ഫേസ്ബുക്കിൽ ഇടാട്ടോ. ഫേസ്ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള ഗൾഫിലൊക്കെ രാത്രി എന്തായാലും 11 മണിയാവും അവർ വീഡിയോ കാണണമെങ്കിൽ. അപ്പോൾ അവരൊക്കെ ഫേസ്ബുക്ക് പേജാണ് കൂടുതലിടുന്നത്. അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയക്കും ഓരോ സമയമുണ്ട്, അതേപോലെ ഓരോ അൽഗോരിതങ്ങളുണ്ട്, അതേപോലെ ഓരോ വീഡിയോ സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടോ നമ്മൾ ആളുകൾക്ക് കൊടുത്തോണ്ടോ ആരും നമ്മളെ വീഡിയോ നോക്കാനൊന്നും പോവില്ല. അപ്പം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വീഡിയോ ചെയ്യുക, എങ്ങനെ അവർക്ക് ടൈം കറക്റ്റാക്കുക, എങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക, നമ്മുടെ വീഡിയോ 10 പേരല്ല 10,000 പേരല്ല 100 ലക്ഷം പേരിലേക്ക് എങ്ങനെ എത്തിക്കുക, അവർക്കും എങ്ങനെ സെലിബ്രിറ്റികളാകാം, അവരും എങ്ങനെ ചെയ്യുക. ഈ ഒരു അൽഗോരിതം പഠിച്ച ആളുകൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾ 5 വർഷം 10 വർഷം നിങ്ങൾക്ക് അറിയുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതുവരെ അവർക്ക് സക്സസ് ആകാൻ പറ്റാത്ത കാരണം എന്താണെന്ന് അറിയാം? ഈ ഒരു അൽഗോരിതം അറിയാത്ത കാരണമുണ്ട്. ഇത് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും പറഞ്ഞു എന്നുള്ളതെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ, നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്തായാലും ഒരു സക്സസ് കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ള ആളുകൾ പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നൊന്നുമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് കൂടി മാത്രമാണ്. മറ്റുള്ള ആര് എന്ത് പറഞ്ഞാലും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിഷയമില്ല. എനിക്ക് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ പൈസ ഉണ്ടാക്കണം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ താരമാകണം, നിങ്ങൾ എല്ലാം സക്സസ് ആവണം, നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ ആളുകൾക്ക് മൊത്തം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ സുൽഫി KJ എന്നുള്ള ചാനൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോട്ടോ. സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോ കോൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയി തരുന്നുണ്ട് കേട്ടോ. ഫോളോവേഴ്സ് കയറ്റാൻ, വീഡിയോ ചെയ്യാൻ, പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ, പൈസ ഉണ്ടാക്കാൻ, വീട്ടിലിരുന്ന് ചെയ്യാൻ, അങ്ങനെ A to Z കാര്യങ്ങൾ കംപ്ലീറ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നു കേട്ടോ. അതേപോലെ ഒരുപാട് ടിപ്സ്, നിങ്ങളുടെ ധൈര്യം ഫുള്ള്, നിങ്ങളുടെ പേടിയെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ നിങ്ങളുടെ വീഡിയോസിലേക്ക് ഇറക്കും കേട്ടോ. അതിനുള്ള എല്ലാം പഠിച്ചിട്ടാണ് ഏകദേശം 5 വർഷത്തോളം വീഡിയോ ചെയ്ത് 1000-ലേറെ വീഡിയോ ചെയ്ത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ 1 മില്യത്തിൽ അധികം ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ എല്ലാ ചാനലും കൂടിയിട്ട്. അത്ര ഒരു അനുഭവത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. മറ്റാരും നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞു തരില്ല. വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് വെച്ചോ. ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും ഓർമ്മ വെച്ചോ. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് നോക്കിയിട്ട് പറയും. നിങ്ങൾ 90 വീഡിയോ ചെയ്തിട്ട് 90 ദിവസം ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് വിളിക്ക്, എനിക്ക് ചെയ്യ്. നിങ്ങളുടെ ചാനൽ 10K അതിലും കൂടുതൽ 100Kൻ്റെ അടുത്ത് വരെ പോകും. ഇതിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് പേര് സക്സസ് ആയ ആൾക്കാരുണ്ട് കേട്ടോ. അത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് കാരണം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആളുകൾക്ക് മൊത്തം അത് ഷെയർ ചെയ്യേ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ താരമാണ്. ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ മാത്രമാണ്. സോഷ്യൽ മീഡിയ കൂടെ മാത്രമാണ് ഇന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ ഉണ്ടോ നിങ്ങൾക്ക് എന്തും സാധിക്കാം. സോഷ്യൽ മീഡിയ ഉണ്ടോ നിങ്ങൾക്ക് പരസ്യം ചെയ്യാം. സോഷ്യൽ മീഡിയ ഉണ്ടോ 4 പേരുടെ മുന്നിൽ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കുക. സോഷ്യൽ മീഡിയ ഉണ്ടോ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ
അൽഗോരിതം സുൽഫിയാണ് പറഞ്ഞു തരുന്നത്. ഷെയർ ചെയ്ത് വിട്ടോ, ചാനൽ ഫോളോ ചെയ്തോട്ടോ. അപ്പോൾ ഓക്കെ.